ഒരാളോടും ഒരു മനുഷ്യനോടും 5 രൂപ പോലും ചോദിക്കേണ്ടി വരൂല. 5 വഖത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കണം, നമ്മുടെ കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദാദാ ആയത്ത് സൂറത്തു ത്വാഹ ശരിക്കും ശ്രദ്ധിക്കണേ. അത് മാത്രമാണ് ഇന്ന് 10 വിശദീകരണം, വേറെ ഒന്നും പറയുന്നില്ല, അതിലേക്ക് മാത്രം കൊണ്ടുവരികയാണ്. കാരണം നമുക്ക് മിസ്കീനായി ജീവിച്ചാൽ മതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതും. അതാണ് ഏറ്റവും വലിയ ഖൈർ. കാര്യങ്ങൾ നടന്നു പോയാൽ മതി. ഒരുപാട് നീക്കിരിപ്പൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അതൊക്കെ നാളെ ആഖിറത്തിൽ ഹിസാബ് നേരിടേണ്ടി വരും. ഒരുപാട് പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം. പോയ പോരെ, നല്ല വീട്, നല്ലൊരു വാഹനം, നല്ല സൗകര്യങ്ങൾ, കാര്യങ്ങൾ നടുക, അല്ലലില്ലാതെ കാര്യങ്ങൾ പോവുക, ഒരാളുടെ മുന്നിൽ കൈനീട്ടണ്ട. അതാണ് ഏറ്റവും വലുത്. ഒരുപാട് ബാങ്ക് ബാലൻസ് വെച്ചിട്ട് ആഖിറത്തിൽ ഹിസാബ് നേരിടേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് കാര്യങ്ങൾ നടന്നു പോയാൽ പോരെ, മതി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, പാവപ്പെട്ടവരോടൊപ്പം എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ടവരോടൊപ്പം എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. പാവപ്പെട്ടതാകുന്ന ജനകോടികളോടൊപ്പം എന്നെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. എന്നെ നീ ഒരുമിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ടവനായി ജീവിപ്പിച്ച്, പാവപ്പെട്ടവനായി മരിപ്പിച്ച്, പാവപ്പെട്ടവരോടൊപ്പം മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടണേ നബി മുഹമ്മദ് മുസ്തഫ. അത് നല്ല ദുആ ആണ്. നമ്മളൊക്കെ കാണാതെ പഠിക്കുകയും എപ്പോഴും ദുആ ചെയ്യുകയും ചെയ്യേണ്ട ദുആ ആണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ ദുആ? അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. പാവപ്പെട്ടവനായി എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ടവനായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ടവരോടൊപ്പം എന്നെ നീ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആണ്, പ്രാർത്ഥനയാണ്. അതാവാനാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് വേണം? അല്ലലില്ലാതെ, അന്നം മുട്ടാതെ കാര്യങ്ങൾ നടന്നു പോകണം. റിസ്ക് വിശാലമാകണം. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, വീട്, വാഹനം, പാർപ്പിടങ്ങൾ, നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ, അതിലെല്ലാം ഉൾപ്പെട്ടു. ഭക്ഷണം ഉൾപ്പെടെ ഉൾപ്പെട്ടതിനാണ് എന്ന് പറയുക റിസ്ക് എന്ന പദം പറയുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ റിസ്ക് നമുക്ക് നിത്യമായി മുടങ്ങാതെ കിട്ടണോ? അല്ലാഹ് പറയാണ്. ഇതാ കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. ആയത്ത് ഖുർആനാണ്, ശരിക്കും ശ്രദ്ധിക്കണം. എന്തിനാ ഇപ്പൊ ഞങ്ങളോട് ഇത് പറയുന്നു ഉസ്താദെ? അത് ഈ മാസത്തിലാണ് പറയേണ്ടത്. ഈ മാസമാണ് റജബ് 27-ാം രാവിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ തിരുഹദറത്തിൽ പോയി അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ കയ്യിലേക്ക് നിസ്കാരം എന്ന മഹനീയമായ അമല് നൽകി. ആ നിസ്കാരത്തിന്റെ വാർഷികം കഴിക്കുന്നതായ സമയവും സന്ദർഭത്തിലുമാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നൽകുന്ന ഏറ്റവും നല്ല സന്ദേശം അത് തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മതഅനാ ബിഹി അസ്വാജം മിൻഹും സഖറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു താഹയിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്,
വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. ഈ ദുന്യാവിൽ അള്ളാഹു ചില ഇണകൾക്ക് നൽകിയിട്ടുള്ളതാകുന്ന സമ്പത്ത് കണ്ട്, അവർക്ക് അള്ളാഹു കൊടുത്തതാകുന്ന ആർഭാട ജീവിതം കണ്ട്, ദുന്യവിയാകുന്ന ജീവിതം കണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടരുതേ. വലാ തമുദ്ദന്ന ഐനൈക, നിന്റെ രണ്ട് കണ്ണ് നീട്ടണ്ട. ഇലാമാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും, ദുന്യാവിൽ അള്ളാഹു ചില ഇണകൾക്ക്, ചില ദമ്പതിമാർക്ക് കൊടുത്തതായ സൗകര്യങ്ങൾ കണ്ടിട്ട് നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടണ്ട. അസൂയപ്പെടണ്ടെന്നർത്ഥം. അത് കണ്ടിട്ട് നീ കൊതിക്കണ്ട. ചില ആളുകളുണ്ടല്ലോ, അയൽവാസിയാകുന്ന ഒരു വ്യക്തി, അവന് വീട് കിട്ടി, വലിയ വണ്ടി എടുത്തു, വാഹനമെടുത്തു. അപ്പൊ ഉള്ളിലിങ്ങനെ അസൂയ, നെരിപ്പോട്, അല്ലോ അവനെ നശിച്ചു കണ്ടാൽ മതിയായിരുന്നു, ഹലാക്കായ മതിയായിരുന്നു. ഈ ചിന്താഗതി പാടില്ല. അല്ലെങ്കിൽ അതിനേക്കാൾ വലുത് എനിക്ക് വേണം, ആ ഒരു ചിന്ത വെച്ചിട്ട് ദുന്യാവിനോട് നിനക്ക് താല്പര്യം വേണ്ട, ദുന്യാവ് വേണ്ട. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. ചില ഇണകൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് കണ്ണ് നീട്ടണ്ട. അല്ലാഹു പറയാൻ, എന്തിനാ അള്ളാഹു അവർക്കത് കൊടുത്തത്? ലിനഫ്തിനഹും ഫീ അവർക്ക് അള്ളാഹു ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് പരീക്ഷണമാണ്. ചിലർക്ക് അള്ളാഹു വലിയ ആർഭാടകരമാകുന്ന ജീവിതം കൊടുക്കും ദുന്യാവിൽ, വലിയ വാഹനം, വലിയ വീട്, സൗകര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നീ മനസ്സിലാക്കും, അള്ളാഹു ഇവർക്ക് എന്താ കൊടുത്തിരിക്കുന്നത്, അല്ലേ, എത്ര റാഹത്താണ് എന്ന് കരുതണ്ട. അതൊക്കെ ഒരു പരീക്ഷണമാണ് അവർക്ക്. ഇതുകൊണ്ട് റബ്ബിനെ മറക്കുന്നവരാണോ, അതല്ല റബ്ബിനെ പരിപൂർണമായി ഓർക്കുന്നവരാണോ? 5 വഖത്ത് നിസ്കാരങ്ങൾ ഇവർക്ക് മുറ പോലെ നിർവഹിക്കാൻ പറ്റുന്നുണ്ടോ? അതല്ല ഈ പണവും പണച്ചാക്കും ഒക്കെ കാരണമായിട്ട് ഈ വലിയതാകുന്ന വീടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് റബ്ബിനെ മറന്നാണോ ഇവർ ജീവിക്കുന്നത്? അതൊരു പരീക്ഷണമായിട്ട് അല്ലാഹു കൊടുത്തതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ പണക്കാരാകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ദുന്യാവിന്റെ വലിയ ആർഭാടങ്ങൾ കാണുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ പറയൽ സുന്നത്തുള്ളൊരു വാക്കുണ്ട്. ഏതാണത്? നല്ലൊരു വീട്, വിശാലമാകുന്ന സൗകര്യങ്ങൾ, എല്ലാവിധമാകുന്ന സൗകര്യങ്ങൾ, സെൻട്രൽ AC ചെയ്തിട്ടുള്ളതാകുന്ന ഒരു സൗകര്യം, വലിയ വാഹനം, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പറയണം? അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ. നമ്മൾ പറയേണ്ട വാക്കാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ആഖിറത്തിലെ ജീവിതമല്ലാതെ ഒരു ജീവിതവുമില്ല അല്ലാഹ്. ഇതൊക്കെ നശ്വരമാണ്, നശ്വരമാണ്. ദുന്യാവ് നശിക്കാനുള്ളതാണ്. അനന്തവും അനശ്വരവുമാകുന്ന ലോകമല്ലേ പരലോകം. അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ, പരലോക ജീവിതമല്ലാതെ ഒരു ജീവിതമില്ല അല്ലാഹ്. മുഅ്മിനായ മനുഷ്യന് പറയൽ സുന്നത്തുള്ള വാക്കാണ്. നമ്മളിൽ പറയുന്നുണ്ടോ അത് വേറെ വിഷയം. അല്ലാഹു നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞ എല്ലാവരും അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ പഠിച്ചു വെക്കേണ്ട വാക്കാണ്. ദുന്യാവിന്റെ പ്രൗഢിയും അലങ്കാരവും കാണുമ്പോൾ നമ്മൾ ഇത് പറയണമെന്നാണ്. അപ്പൊ ആ കണ്ണേറങ്ങ് പോകും. നമ്മുടെ ഒരു കണ്ണേറുണ്ടല്ലോ, അടിച്ചു പോകാൻ അത് മതി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു അവനെ ഖൈർ വരുത്തട്ടെ എന്ന് ഹാജിയാറെ കൈക്ക് പിടിച്ച് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്? നശിക്കട്ടെ എന്നൊരു ദുആ കൂടി ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ ആയിപ്പോയി മനുഷ്യപ്രകൃതം. അയൽവാസി നല്ല വീട് വെച്ച് നല്ല റാഹത്താണ്, ചെന്നിട്ട് ഹാജിയാറെ റാഹത്തല്ലേ, സൂപ്പറായിട്ടുണ്ട്, നല്ല റാഹത്തായിട്ട്, നല്ല റാഹത്ത്. വീട്ടിൽ വന്നിട്ട് പറയും, എന്താണ് അവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്, പടച്ചോനെ അടുത്ത് പറയണ്ടോ, ഭയങ്കര. ഇതാണ് നമ്മുടെ സ്വഭാവമാണത്, സ്വാഭാവികമാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടാലും എന്ത് പറയണം? അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ, ആഖിറത്തിലെ ജീവിതമാണ് പടച്ചറബ് യഥാർത്ഥ ജീവിതം. ഇതൊക്കെ നശ്വരമാണ്, ഇതൊക്കെ പോകും. ഇന്നല്ലെങ്കിൽ ഇതെല്ലാം നീങ്ങാൻ പോവാൻ. ആരാ ഇവിടെ ശാശ്വതത്വമുള്ളത്? വലിയ വീട് വെച്ചതാകുന്ന ആളുകൾ അതിനുള്ളിൽ താമസിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതൊക്കെ തീരൂലേ?